വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശാരികയും ശ്യാമയും കൂടി പിന്നീട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്തായിരിക്കും ആ കവറിൽ കൊണ്ടുപോയത് എന്നുള്ളത്. അകത്തേക്ക് വരുമ്പോൾ ഇല്ലായിരുന്നു, പിന്നീട് അത് കൊണ്ടുപോവുകയും ചെയ്തു. അകത്ത് ആ റൂമിൽ അവർ അടച്ചല്ലേ സംസാരിച്ചതെന്നൊക്കെ. അന്നേരം നമ്മൾ അറിയാത്ത എന്തോ രഹസ്യം അതിനകത്തുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്തായിരിക്കും അതിനുള്ളിൽ എന്നിങ്ങനെ പറഞ്ഞ് വീണ്ടും മുറി പൂട്ടിയിട്ടാണല്ലോ ശരദമ്മ പോയത്. പിന്നീടാണെങ്കിൽ ഇവരെങ്ങനെയോ ആ റൂം തുറക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവർ ആ അലമാരിയും പരിശോധിക്കുകയാണ്. ആ തുണികൾക്കിടയിലൂടെ ആ ഒരു ഫയൽ ഇരിക്കുന്നത് ശ്യാമയുടെ കയ്യിൽ ഇങ്ങനെ പെടുന്നുണ്ട്. ശ്യാമ അത് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അന്നേരം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാരിക അത് വാങ്ങിയിട്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്ത് ആ ഫ്രണ്ട് പേജൊക്കെ ഇങ്ങനെ വായിച്ച് നോക്കുകയാണ്. പക്ഷെ അന്നേരം ആ ഫ്രണ്ട് പേജിൽ വിഷ്ണുവിൻ്റെ ഫോട്ടോ കാണുന്നില്ല. അത് പിന്നീടായിരിക്കാം, അടുത്ത പേജിലായിരിക്കണം. പക്ഷെ അത് കണ്ടാൽ അത് ഹൃദയം മാറ്റിവെക്കലിൻ്റെ ആണ് എന്നുള്ളത് ശാരികയ്ക്കും ശ്യാമയ്ക്കും വായിച്ചാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ഒരുപക്ഷെ അവർക്ക് മനസ്സിലാവുമെന്ന് ഇനി കണ്ടെത്താനായിട്ട് പറ്റുമെന്ന് അറിയില്ല. അവരിങ്ങനെ നോക്കി ഇങ്ങനെ വായിച്ച് അവർ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്ന ആ ഒരു സീനെ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം ശാലിനി ആണെങ്കിൽ നേരെ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അന്നേരം റസാഖിനെ കാണുകയാണ്. ശാലിനിയെ കണ്ട ഉടനെ റസാഖ് അങ്ങോട്ട് എണീച്ച് സല്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സീറ്റിൽ നിന്ന് മാറി ഇങ്ങനെ നിൽക്കുകയാണ്. ശാലിനി ഇരിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഞാൻ അനിയനെ പോലെ കാണുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് പയ്യനുണ്ട്, പേര് പ്രകാശ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മാണിക്കോത്തും മഹേന്ദ്രൻ്റെ മകളുമായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ അതെ അത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ അവരുടെ വിവാഹമൊക്കെ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോയി എന്നൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവിടെ റസാഖാണെങ്കിൽ ശാലിനിയോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം ശാലിനി പറയുന്നുണ്ട്, പക്ഷേ ആ പയ്യൻ പ്രകാശ് ഇപ്പോൾ മിസ്സിങ് ആണ് എന്നിങ്ങനെ പറയുമ്പോൾ റസാഖ് ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. അവരിങ്ങനെ സംസാരിച്ച് തീരുന്ന ആ ഒരു ടൈമിൽ തന്നെ പ്രകാശിനെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് നല്ല സീനിൽ കാണിക്കുന്നുണ്ട്. മുമ്പൊക്കെ നേരത്തെ ഒരു നെഗറ്റീവ് ഫിലിം പോലെയല്ലേ കാണിച്ചത്, ഇപ്പോൾ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഗോഡൗൺ എന്ന പോലെ ഒരു അടച്ചിട്ട റൂമിൽ പ്രകാശിനെ കസേരയിൽ ഇങ്ങനെ കൈയും ചേർത്ത് ഇങ്ങനെ രണ്ട് കൈയും ചേർത്ത് ഇങ്ങനെ ആ ഒരു കസേരയുടെ കയ്യിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. പ്രകാശൻ ആകെ ക്ഷീണിച്ച അവസ്ഥയിൽ ഇങ്ങനെ മയങ്ങിയിരിക്കുന്നുണ്ട്. ചുറ്റും കുറേ ഗുണ്ടകളൊക്കെ ഉണ്ട്. ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മഹേന്ദ്രനെ ആണല്ലോ ഇറക്കിക്കൊണ്ട് പോയത്. അപ്പോൾ റസാഖ് തീർച്ചയായും മഹേന്ദ്രനോട് പോയി അന്വേഷിക്കുകയായിരിക്കും ചെയ്യുന്നത്. മഹേന്ദ്രൻ്റെ ആ ഒരു ഡ്രൈവർ ലാസർ, ആ കൂടെയുള്ള ലാസറാണല്ലോ ഹോസ്പിറ്റലിലാക്കാന്ന് കൊണ്ടുപോയത്. അതിനൊക്കെ തെളിവുകൾ സ്റ്റേഷനിലുണ്ടല്ലോ. അപ്പോൾ അത് പിടിച്ചിനി അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ മഹേന്ദ്രനാണിത് കൈ എന്നുള്ളത് അവിടെ തെളിവ് വരും. മഹേന്ദ്രൻ അവിടെ വിവാഹം നടത്തി കൊടുക്കാൻ പന്തലിടണം, കല്യാണേറ്റർ വേറെ അടിക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ പോയത്. പക്ഷേ അന്നേരം മഹേന്ദ്രൻ്റെ ആ മനസ്സിലുള്ളത് പുറത്ത് വരിക തന്നെ ചെയ്യും. ഇനി ബാക്കി എന്താവും എന്നുള്ളതൊക്കെയാണ്. ശാലിനി ചേർന്ന് പ്രകാശനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വിവാഹം അവിടെ നടത്തി കൊടുക്കുകയായിരിക്കും ശിവനും ശാലിനിയും കൂടി ചേർന്നിട്ട്. പക്ഷേ പിന്നീട് അവിടെ ആ ഒരു വീട്ടിൽ രാഘവൻ നായരുടെ അവസ്ഥയൊന്നും കാണിച്ചിട്ടില്ല. അത് മിക്കവാറും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനാണ് സാധ്യത. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.